സംന്യാസാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ബ്രഹ്മചര്യവ്രതേ ദണ്ഡീ സർവവേദാന്തപണ്ഡിതഃ ശ്രീമദ്വിവേകയോഗീ മാം പ്രചോദയതു സർവദാ. അപാര സച്ചിത് സുഖവാരിരാശേഃ യസ്യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. നമസ്കാരം സുഹൃത്തുക്കളെ. ഇവിടെ അർജുനൻ പറയുകയാണ്, അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രിയഃ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കര. അത് ഇന്നലെ കണ്ടു. അതായത് പുരുഷന്മാരെല്ലാം കൊല്ലപ്പെട്ടാൽ സ്ത്രീകൾ ദുഷിക്കും, കുലസങ്കരമുണ്ടാവും. കുലസങ്കരം വന്നു കഴിഞ്ഞാൽ കുലനാശം ഉണ്ടാവും, അധർമ്മം വന്നു ചേരും, അവരുടെ പൂർവ്വാചാരങ്ങളെല്ലാം നിന്നുപോവും, നശിച്ചു പോവും, അന്യവൽക്കരിക്കപ്പെടും എന്ന് പറയുകയാണ്. സങ്കരോ നരകായൈവ കുലഘ്നാനാം കുലസ്യ ച പതന്തി പിതരോഹ്യേഷാം ലുപ്തപിണ്ഡോദകക്രിയാഃ. ഇനി അടുത്ത പ്രശ്നം അർജുനൻ ഉന്നയിക്കുന്ന അടുത്ത ന്യായം എന്താണെന്ന് വെച്ചാൽ, ഈ ജാതിമിശ്രം വന്നു കഴിഞ്ഞാൽ കുലനാശം വരുത്തുന്നവർക്കും കുലത്തിനും അത് നരകഹേതുവായി തീരുന്നു. നമ്മൾ അവരെ കൊന്നാൽ നമുക്കും കൊല്ലപ്പെട്ട അവർക്കും നരകം തന്നെയേ ലഭിക്കൂ എന്ന് പറയുകയാണ്. എന്തെന്നാൽ ഏഷാം പിതര, ഈ കുലഘ്നന്മാരുടെ അച്ഛൻ അമ്മമാർ പിതൃക്കൾ, അവർക്ക് ആരും പിണ്ടം വയ്ക്കാനില്ലാതെ, ഉദകക്രിയ ചെയ്യാനില്ലാതെ, ശേഷക്രിയ ചെയ്യാനില്ലാതെ, മക്കൾ അവശേഷിക്കാതെ പോവും. അവർ നരകത്തിൽ തന്നെ വസിക്കേണ്ടി വരുമെന്നാണ്. ഇതൊരു പൂർവ്വവിശ്വാസമാണ്. അതായത് പിണ്ടം വയ്ക്കുക എന്ന് പറഞ്ഞാൽ പ്രേതാത്മാവിനെ പറഞ്ഞയക്കുമ്പോൾ അതിന് വിശപ്പും സൂക്ഷ്മ ശരീരമാണ്, അതിന് വിശപ്പും ദാഹവും അനുഭവപ്പെടുമെന്നും അതിന് തൃപ്തി കൊടുക്കാൻ വേണ്ടിയിട്ട് പിണ്ടക്രിയ ചെയ്തിട്ട് അതിനെ ആവാഹിച്ച് അതിനൊരു പുതിയ ജീവൻ കിട്ടണം, മറ്റൊരു നല്ല ലോകം കിട്ടണം, ഉയർന്ന ലോകങ്ങൾ കിട്ടണം, ഇല്ലെങ്കിൽ ഭൂമിയിൽ നല്ല കുടുംബത്തിൽ ജനിക്കണം, വീണ്ടും മോക്ഷത്തിലേക്ക് നയിക്കപ്പെടണം എന്നൊക്കെയുള്ള സദ്ഭാവനകളാണ് പിണ്ടത്തിന് പിന്നിലുള്ളത്. ഉദകക്രിയ ജലം കൊടുക്കലാണ്. ജലം കൊടുക്കലും പിണ്ടം വെക്കലും ഇല്ലാതെ അതിന് മക്കളുണ്ടാവണം, അവർ കുലത്തിൽ ജനിച്ചവരായിരിക്കണം, കുലത്തെപ്പറ്റി ബോധമുള്ളവരായിരിക്കണം. കുലനാശം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരുടെ പിണ്ടോദക ക്രിയകൾ ചെയ്യും? അങ്ങനെ അവർ നിത്യനരകത്തിൽ തന്നെ ആ പിതാക്കൾ ജീവിക്കേണ്ടി വരില്ലേ കൃഷ്ണ എന്നൊക്കെ ചുറ്റി വളഞ്ഞു പിടിച്ചിട്ട് വാദം പറയുകയാണ്. എന്തിനാണ് ഈ വാദം ഒക്കെ അർജുനൻ പറയുന്നതെന്ന് വെച്ചാൽ, തൻ്റെ ഭാര്യയെ അപമാനിച്ച് തന്നെയും കൂട്ടരെയും കാട്ടിലേക്ക് പായിച്ച തെമ്മാടികൾക്ക് ഒളിച്ചു ഓടാൻ, രക്ഷപ്പെടാൻ വേണ്ടിയുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതായത് പാഞ്ചാലിയെ അപമാനിച്ച് ഇവരഞ്ചു പേരെയും കാട്ടിലയച്ച് അന്യായം മാത്രം ചെയ്ത ദുര്യോധനാദികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആരാണ് ന്യായം പറയുന്നത്? ഇതേ അർജുനൻ തന്നെ. അപ്പോൾ ഇതിൻ്റെ പേരാണ് ഭീരുത്വം എന്നത്. ഇന്ന് ഹിന്ദുവിനെ കേരളത്തിൽ വിശേഷിച്ചും ബാധിച്ചിരിക്കുന്ന അസുഖത്തിൻ്റെ പേരാണിത്, ഭീരുത്വം. പേടിയാണ്. അയ്യോ എന്താവും സ്ഥിതി, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, നമ്മൾ എന്തായിത്തീരും, നമുക്ക് ജയിക്കുമോ? ഇങ്ങനെ ആശങ്കയും പേടിയും മാത്രമാണ്. അവനവൻ പേടിച്ച് മുട്ടുകൂട്ടിയിടിക്കുന്നത് പോട്ടെ, വല്ലവനെയും കൂടി പേടിപ്പിക്കുകയാണ്. ധൈര്യമുള്ളവനെയും കൂടി പറയാം, അയ്യോ പോയല്ലേ എന്നും പോയല്ലേ, പേടിപ്പിക്കുകയാണ്. മനസ്സിലാക്കിക്കോളൂ, അപകടകരമായ അവസ്ഥയിലാണ് നമ്മൾ. ഒരു ഭക്തനെ അപമാനിച്ച്, ഒരു ഭക്തനെ പീഡിപ്പിച്ച ഒരു രാജാവിനെ അവൻ്റെ സ്വന്തം അച്ഛനായിട്ട് പോലും വയറും മാറും പിളർന്നു കൊന്ന, കുടൽമാല അണിഞ്ഞ
വിഷ്ണുവിൻ്റെ, ശാന്തമൂർത്തിയായ വിഷ്ണുവിൻ്റെ സംഹാരാവതാരം, രൗദ്രാവതാരം മനസ്സിലാക്കുക. അതൊന്നും ഹിന്ദുവിന് പറ്റില്ല. ഇനി ഏതെങ്കിലും ഒരു സംഘടനയോ വ്യക്തിയോ ഹിന്ദുധർമ്മത്തെ ഉദ്ധരിക്കാൻ വേണ്ടി ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അവനെ ഏതെങ്കിലും വിധത്തിൽ ചവിട്ടിത്താഴ്ത്താനുള്ള എല്ലാ കുൽസിത ശ്രമവും ചെയ്യുന്ന തനി മൂന്നാംകിട കുബുദ്ധികൾ ഇതിൻ്റെ അകത്തുണ്ട്. സത്യാനന്ദ സരസ്വതി സ്വാമി കേരളത്തിൽ ഉയർന്നു വന്നൊരു ഹിന്ദു നേതാവായിരുന്നു. അദ്ദേഹത്തിനെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തിയിട്ട് ഒന്നുമല്ലാതാക്കി അദ്ദേഹത്തിൻ്റെ പത്രവും പൊട്ടിച്ചു കൊടുത്തിട്ടാണ് ഇവർ സുഖമായിരിക്കുന്നത്. അതുപോലെ ഏതൊരു വ്യക്തി ഉയർന്നു വരട്ടെ, അവനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി അവനെ നാണം കെടുത്താനോ അല്ലെങ്കിൽ അവനെ നശിപ്പിക്കാനോ വേണ്ടിയിട്ട് 100% പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവരെയൊക്കെ ഉപമിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വാക്ക്, ഏറ്റവും നല്ല ഇഡിയം ഇംഗ്ലീഷിലുണ്ട്, ഡോഗ് ഇൻ ദ മെയിഞ്ചർ, പുൽത്തൊട്ടിയിലെ നായ. പുൽത്തൊട്ടിയിൽ പട്ടി കയറി കടന്നു കഴിഞ്ഞാൽ പശുവിന് പുല്ല് തിന്നാൻ പറ്റില്ല, ആർക്കെങ്കിലും പശുവിന് പുല്ല് വാരി കൊടുക്കാനും പറ്റില്ല, അപ്പോൾ ഈ പട്ടി ഓടിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ചില ആളുകളും സംഘടനകളും അവർ സ്വയം ഒഴിഞ്ഞു പോകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ നരസിംഹാവതാരം നമ്മിലുണ്ടാവേണ്ടതാണ്, എവിടെയെങ്കിലും ഉണ്ടായ കഥയല്ല, നമ്മിലുണ്ടാവേണ്ടതാണ്. ധർമ്മം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ മാനബിന്ദുക്കളായ സന്യാസിമാരെയും ആശ്രമങ്ങളെയും നമ്മുടെ സദ്ഗ്രന്ഥങ്ങളെയും അവഹേളിക്കുമ്പോൾ ഉണർന്നു വരേണ്ടുന്ന ഒരു ക്ഷാത്രവീര്യമാണിത്. ഇതില്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും. ഈ ക്ഷാത്രവീര്യമാണ് നമ്മെ കൊണ്ടു നടന്നത്. ഞാൻ ഈ ഗീതാസാരം തുടങ്ങുമ്പോഴേ പറഞ്ഞിരുന്നു, ഗീത ഉപദേശിക്കപ്പെട്ടത് അജിതേന്ദ്രിയന്മാർക്കല്ല, ദുർബലന്മാർക്കല്ല. ദുർബലന്മാരും അജിതേന്ദ്രിയന്മാരും ശാസ്ത്രം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയ ആ നിമിഷം മുതൽ ശാസ്ത്രം നശിച്ചുപോയി, നഷ്ടപ്പെട്ടു പോയി എന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്. അതുകൊണ്ട് ബലം വീണ്ടെടുക്കുക. വിവേകാനന്ദ സ്വാമികളുടെ ദിവ്യവാണി ഓർക്കുക. ബലമാണു ജീവിതം, ദൗർബല്യം മരണവും. സ്ട്രെങ്ത് ഇസ് ലൈഫ്, വീക്ക്നെസ് ഇസ് ഡെത്ത് എന്നാണ് പറഞ്ഞത്. ഇവിടെ പറയാണ്, ശങ്കരോ നരകായൈവ കുലഘ്നാനാം കുലസ്യ ച പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോദകക്രിയാ. ഇപ്രകാരം കുലം നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ പിതാക്കൾക്ക് ഉദകക്രിയ ചെയ്യാൻ മക്കളാരും അവശേഷിക്കാത്തത് കൊണ്ടും കുലനാശം വന്നതുകൊണ്ടും കുലക്ഷയം വന്നതുകൊണ്ടും അവർ നരകങ്ങളിൽ ചുറ്റിത്തിരിയേണ്ടി വരുന്നു, ഉദകക്രിയ ലഭിക്കാതെ എന്നാണ്. ദോഷൈരേതൈഃ കുലഘ്നാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സാദ്യന്തെ ജാതിധർമാഃ കുലധർമാശ്ച ശാശ്വതാഃ. എന്താണ്? ജാതി മിശ്രത്തെ ഉണ്ടാക്കുന്ന കുലഘ്നന്മാരുടെ, കുലനാശം വരുത്തുന്നവരുടെ ഏതൈഹ് ദോഷൈഹ്, ഈ പാപങ്ങളാൽ ശാശ്വത അനാദിയായിരിക്കുന്ന ജാതിധർമ്മങ്ങളും കുലാചാരങ്ങളും നശിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ യുദ്ധം ചെയ്ത് അവരെ കൊല്ലണ്ട. ചുരുക്കത്തിൽ പറഞ്ഞ ഇതാണ്, കൃഷ്ണ എനിക്ക് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണം, എനിക്ക് ഭീരുത്വമുണ്ട്, എനിക്കത് പുറത്തു പറയാൻ പേടിയാണ്. ഭീരുത്വത്തെ ന്യായവാദങ്ങൾ കൊണ്ട് പൊതിഞ്ഞ് പിടിച്ച് ന്യായം പറയുകയാണ് ഇന്ന് ഹിന്ദുക്കൾ ചെയ്യുന്നത് പോലെ. ഗുരുവായൂരപ്പൻ്റെ പണം പോയി, അത് കുഴപ്പമല്ല, കോവിഡിനല്ലേ, ഡേവിഡിനല്ലേ, മറ്റവനല്ലേ, പ്രളയത്തിനല്ലേ, പ്രണയത്തിനല്ലേ. പണം നമ്മൾ കൊടുക്കണം, ഇത് പണം എടുക്കുകയാണ് ചെയ്തത്. മോഷണം പോലെയാണിത്. ദേവതയുടെ സ്വത്താണ് ദേവസ്വം, ദേവൻ്റെ സ്വത്താണ്. ദേവസ്വത്തിൽ നിന്ന് എടുക്കുമ്പോൾ ഭക്തന്മാരുടെ 90% പിന്തുണ വേണം. അത് ഉറപ്പാക്കണം. അല്ലെങ്കിൽ ദേവപ്രശ്നം വെച്ച് കൃത്യമായി പറയണം, ഈ പണം എടുക്കുന്നതിൽ തെറ്റില്ല എന്ന്. ദേവൻ്റെ, നമ്മുടെ കണ്ണൻ്റെ, നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ പണം എടുത്തിട്ട് ചോദിക്കുകയാണ്, ഗുരുവായൂരപ്പനെതിരാ പണം, കൊച്ചിയിൽ സ്ഥലം വാങ്ങാനുണ്ടോ എന്ന് ഹിന്ദു നാമധാരികളും ഇസ്ലാം നാമധാരികളും ചോദിക്കുകയാണ്, അവനവൻ്റെ മതങ്ങളൊന്നും കൊടുക്കാതെ തന്നെ. ഇങ്ങനെ മതേതരം ഊട്ടി വളർത്തേണ്ടുന്ന ഗതികേട് നമുക്ക് മാത്രമേ ഉള്ളൂ. ഒരു ആപൽഘട്ടത്തിൽ പണം കൊടുക്കണം, നമ്മോട് ചോദിക്കണം. പിണറായി വിജയനും സർക്കാരും ഹിന്ദുക്കളോട് ചോദിക്കണം, ഹിന്ദുക്കളെ നിങ്ങളുടെ ക്ഷേത്രത്തിലെ പണം തന്നാൽ ഉപകാരമായിരുന്നു, നമ്മോട് യാചിക്കണം, നമ്മോട് ചോദിക്കണം, റിക്വസ്റ്റ് ചെയ്യണം, എന്നിട്ട് നമ്മൾ കൊടുക്കണം. രാഷ്ട്രീയ അധികാരത്തിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരുത്തിന് അവിടെ കയറ്റിയിരുന്നിട്ട് അവൻ എടുത്തു കൊടുക്കുകയല്ല വേണ്ടത്. ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. കോവിഡിന് പണം കൊടുക്കാനും കോവിഡിന് വേണ്ടുന്ന സഹായം ചെയ്യാനും എല്ലാവരും ബാധ്യസ്ഥരാണ്, ഞാനടക്കം എല്ലാവരും ബാധ്യസ്ഥരാണ്, രാഷ്ട്രീയം നോക്കാതെ. പക്ഷേ പണം എടുക്കരുത്, നമ്മൾ പണം കൊടുക്കുന്നതായിരിക്കണം. അതാണ് ധർമ്മം, മറ്റത് മോഷണമാണ്. ഹര നമഃ പാർവതീപതയേ, ഹര ഹര മഹാദേവ.